എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടവക ദേവാലയമായ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് അഞ്ഞൂര് ദുഃഖ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് നടത്തിയ പരിഹാര പ്രദക്ഷിണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഏകദേശം 4 മണിയോട് കൂടി നമ്മൾ പള്ളിയിൽ നിന്ന് പരിഹാര പ്രദക്ഷിണം ആരംഭിച്ചു. CLC സംഘടനയുടെ നേതൃത്വത്തിൽ 1-ാം സ്ഥലവും 14-ാം സ്ഥലവും ടേബിളോ രൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഏകദേശം നമുക്ക് 2 കിലോമീറ്ററാണ് നടക്കാനായിട്ടുണ്ടായിരുന്നത്. നല്ല ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് അത്രയും ദൂരം നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ വേദനകളും ദുഃഖങ്ങളും സഹിച്ചിട്ടാണ് നമ്മുടെ ഈശോ ഇതെല്ലാം സഹിച്ചത് എന്ന് ഓർത്തപ്പോൾ അതെല്ലാം നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവിടെ ഇല്ല. അങ്ങനെ നമ്മൾ ഏകദേശം 7 മണിയോട് കൂടിയിട്ട് തന്നെ തിരിച്ച് നമ്മുടെ ദേവാലയത്തിലോട്ട് എത്തി. ഓരോ സ്ഥലങ്ങളിലെ പ്രാർത്ഥനകളും എല്ലാം നമ്മുടെ ഈശോ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നമുക്ക് വേണ്ടി സഹിച്ച കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വിങ്ങലായി അത് മാറി. ഈശോയുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ പങ്കെടുത്തിരുന്ന വാഹനം നമ്മുടെ തിരിച്ചു പള്ളിയിലോട്ട് എത്തി. അതിനുശേഷം KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈ 14 സ്ഥലങ്ങളിലെ ഭാഗങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ നിഴൽ നാടക രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഓരോ ഭാഗങ്ങൾ അവരെടുക്കുമ്പോഴും ഈശോയുടെ ജീവിതത്തിൽ നടന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഈശോ അനുഭവിക്കേണ്ടി വന്ന വേദനകളും എല്ലാം നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ ആ കണ്ടു നിന്നിരുന്നവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്. എല്ലാവരും ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെല്ലാം കാണുമ്പോൾ കുട്ടികളൊക്കെ കരയുന്ന ഒരു രൂപത്തിലായിരുന്നു അവിടെ. ഈശോയെ ചാട്ടവാറ കൊണ്ടടിക്കുന്നതും കൈകളിലും കാലുകളിലും ആണികളടിക്കുന്നതും കുരിശിൽ തറയ്ക്കുന്നതും ഓശാന ഞായർ, കാനായിലെ കല്യാണം എല്ലാം ഈശോയുടെ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാം നമുക്ക് വളരെ നമ്മൾ അടുത്ത് നിന്ന് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. അതെല്ലാവരിലും സങ്കടം ഉളവാക്കി. ഇത് അവതരിപ്പിച്ച KCYM അംഗങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈശോയായിട്ട് മാറിയ ആ കുട്ടി വളരെ മനോഹരമായിട്ട് 10 മിനിറ്റ് നേരത്തെ ഒരു കാര്യമാണ് ഉണ്ടായിരുന്നതെങ്കിലും നമ്മൾ മണിക്കൂറുകളോളം ദൈർഘ്യമുള്ള ഒരു കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു. വളരെയധികം ദുഃഖകരമായൊരു അവസ്ഥയായിരുന്നു അത്. ഇത്രയേറെ വേദനകൾ സഹിച്ചിട്ടാണ് നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചത് എന്നോർത്ത് പാപികളായ നമ്മളെല്ലാവരും ഒരു മാനസാന്തരം എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് ദൈവമേ നമ്മൾ എന്തോരം പാപികളാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ദിവസങ്ങളോളം എടുത്ത പ്രാക്ടീസിന് അവസാനമാണ് അവർ ഇത്രയേറെ നമ്മുടെ മുന്നിൽ വളരെ മനോഹരമായി തന്നെ പ്രസൻറ്റ് ചെയ്തത്. ഒരു നിമിഷം നമുക്കത് ശരിയായി നടക്കുന്നതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. അത്രയും മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. അത്രയേറെ പ്രശംസ അർഹിക്കുന്ന കാര്യമാണ് അവർ ചെയ്തത്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹം ദൈവം അവർക്ക് കൊടുക്കും. നീണ്ട 50 ദിവസത്തെ നോമ്പുകാലം അവസാനിക്കാറാകുമ്പോൾ സങ്കടകരമായ കാര്യങ്ങളാണ് ദുഃഖവെള്ളിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പക്ഷേ നമുക്ക് ഒരു ഉയർപ്പ് വരുന്നുണ്ട് എങ്കിലും ഈ ഒരു ദിവസം കടന്നു പോവുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്ക് ഉപവാസ ദിനമായിട്ടാണ് നമ്മൾ ക്രൈസ്തവർ ആചരിക്കുന്നത്. അത്രയേറെ പ്രാർത്ഥനയോട് കൂടി കടന്നു പോകുന്ന ദിവസങ്ങളാണ്. എന്നാലും വളരെ മനോഹരമായിട്ട് തന്നെ ഇത് അവർ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും ഈശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.